പോവുകയാണ്. അപ്പോൾ മാത്രമല്ല വിലയിൽ ആണെങ്കിൽ നല്ല വ്യത്യാസങ്ങൾ വരികയാണ്. 12 രൂപ കറക്റ്റായിട്ട് ഇടയ്ക്ക് യാതൊരു ഇടനാഴില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇതെല്ലാം എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് 1 ഏക്കർ കൃഷി ചെയ്ത് കഴിയുമ്പോൾ കൃഷിക്കാരന് മൊത്തം എത്ര രൂപയുടെ നെല്ല്? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ചിലവ് ഏകദേശം 11,000 രൂപ ചിലവ്. ഞങ്ങൾക്ക് നെല്ലിൽ മാത്രം 14,000 രൂപ മിച്ചം. വൈക്കോല് വിറ്റ് കിട്ടിയ 32,000 രൂപ. ഞങ്ങളുടെ മെമ്പർമാർക്ക് കിട്ടിയ പൈസ മാത്രം നിങ്ങൾ പറയാം. അപ്പോൾ 1 ഏക്കർ കൃഷി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-12,000 രൂപ എങ്ങനെ കഴിച്ചാലും അതിലുള്ള മിച്ചം ഉണ്ടെന്നുള്ള കാര്യം. നമ്മളൊരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 മക്കളുണ്ടെങ്കിൽ 2 പേര് നല്ല സ്പോർട്സ് താരങ്ങൾ, 2 പേര് കലാകാർ, മറ്റൊരാൾ പഠിത്തത്തിൽ മുൻപന്തിയിലെന്ന് പറഞ്ഞൊരു വീട്ടിൽ അച്ഛനും അമ്മയും ഏറ്റവും സന്തോഷിക്കത്തക്ക ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഈ പഞ്ചായത്തിന് എന്തുകൊണ്ടും അഭിമാനിക്കാം. നല്ല കലാകാർ, ഒരുപാട് കലാകാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. SSLC 100% വിജയമായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഒത്തു കിട്ടുക എന്ന് വെച്ചാൽ പക്ഷേ നമ്മുടെ മാത്രം കഴിവായിരിക്കില്ല. ഈ ദുർബലമായ കാലാവസ്ഥ, അസ്ഥാനത്തെ മഴ, അസ്ഥാനത്തെ വെയിലൊക്കെ വരുന്നതിനിടയ്ക്ക് ഇത്രയും വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഈശ്വരാധീനം നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. ഈശ്വരാധീനം വരണമെങ്കിൽ നല്ല മനസ്സും നല്ല പ്രവൃത്തിയായിരിക്കണം. അത് നിങ്ങളിലൊക്കെ ഉണ്ട്. ഈ കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നന്നായിരുന്നു. ഓക്കെ പ്രസിഡന്റേ, എന്തോന്നു പ്രസിഡന്റിന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. സന്തോഷമാണോ ഇത്? സന്തോഷമുണ്ട്. ഇനി മാർക്കറിയുമ്പോഴായിരിക്കും അത് കൂടുതൽ പ്രതിഫലിക്കാൻ പറ്റുള്ളൂ, കൂടുതൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ടെൻഷൻ അങ്ങ് ഇത്ര നിർത്തണ്ടല്ലേ, നമുക്കങ്ങ് മാർക്സിലേക്ക് പോവാം. ആർവിജി മാഷ് 15-ൽ 13.5, 15-ൽ 13, 10-ൽ 7.5, 10-ൽ 7.5, 10-ൽ 9. അന്നമ്മ നടയ്ക്ക് 60-ൽ 50 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ സന്തോഷം കൂടിയോ? സന്തോഷമുണ്ട്. ഇനി കൂടുതലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുള്ളൂ എപ്പോഴും. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് ANDA സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നമ്മളിനി മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ, വ്യാധികൾ വേണ്ട, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. വിദ്യാധനം സർവധനാൽ പ്രധാനം പറഞ്ഞു പഴകിയ ഒരു ചൊല്ലാണിത്. എന്നാൽ വിദ്യ ഇന്ന് ധനം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്ന ഈ കാലത്ത് അർത്ഥവ്യത്യാസം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഈ പഴഞ്ചൊല്ല്. ഗ്രാമപഞ്ചായത്തുകളുടെ ക്രിയാത്മകമായ ഇടപെടൽ ഒരു പരിധിവരെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ സമ്പത്തിനെ എത്തിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. വേങ്ങരയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP സഫീർ ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പൂച്ചേങ്ങൽ അലവി, മെമ്പർ ശ്രീ A ശ്രീധരൻ, മെമ്പർ ശ്രീമതി K ഖദീജ ബി, വിദ്യാജ്യോതി കോർഡിനേറ്റർ ശ്രീ M ഫൈസൽ മാസ്റ്റർ. വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പെട്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? വേങ്ങരയുടെ ദേശചരിത്രവും ജീവക്രമവും മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെയും കൃഷിയുടെയും പ്രവാസ ജീവിതത്തിൻ്റെയും സ്മൃതിസാക്ഷ്യമാണ്. പുരാതന കാലത്ത് മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ
മലബാറിലെ അറിയപ്പെടുന്ന കേന്ദ്രമായിരുന്നു വേങ്ങര. പിൽക്കാലത്ത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഗൾഫുകാരുടെ നാടായി വേങ്ങര അറിയപ്പെടുന്നു. ഒരു കുടുംബത്തിലെ ഒരംഗത്തെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ പട്ടാളത്തിലേക്ക് സേവനത്തിനയച്ച ജവാൻ കോളനി എന്ന പ്രദേശം ഞങ്ങളുടെ വേങ്ങരയിലാണ് എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ. പഴയകാല കേരള നിയമസഭാ സ്പീക്കറും ഒരുപാട് വിദ്യാഭ്യാസ വിപ്ലവത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി പ്രഥമ പ്രസിഡന്റായി ഭരണസാരഥ്യം വഹിച്ച പഞ്ചായത്താണ് വേങ്ങര. വേങ്ങരയുടെ ജവാൻ കോളനി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും വേങ്ങരയുടെ മറ്റു കാഴ്ചകൾ കാണണ്ടേ? കണ്ടിട്ട് മടങ്ങിയെത്താം. മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ജവാൻ കോളനിയെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. മഴയും വെയിലും നോക്കാതെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ധീര ജവാന്മാരുടെ നാടാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഓരോ വീട്ടിലെയും ഒരാളെങ്കിലും പട്ടാളത്തിൽ സേവനം ചെയ്യുന്നവരാണ്. കാർഗിലിൽ വീരമൃത്യു വരിച്ച പാങ്ങാട് രവീന്ദ്രന്റെ വിലാപയാത്രയാണ് ഈ ഗ്രാമത്തെ തിരിച്ചറിയിച്ചത്. ഈ റോഡ് പോലും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടുള്ളതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സേവനം ചെയ്തവർ പോലും ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഈ പഞ്ചായത്തിലെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ ഓരോ വീട്ടിലെയും ഒരാളെങ്കിലും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ വേങ്ങര പഞ്ചായത്ത് പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? ജനക്ഷേമകരമായ ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കിയേക്കാവുന്ന ഒരുപാട് പദ്ധതി പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾക്ക് കേരളത്തിന് മുന്നിൽ ഇന്ന് സമർപ്പിക്കാനുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടി വേങ്ങര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ വിദ്യാജ്യോതിയാണ്. വിദ്യാജ്യോതിയെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? നമുക്ക് ദൃശ്യങ്ങൾ കാണാം, തിരിച്ചു വരാം. മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് വിദ്യാജ്യോതി വിദ്യാഭ്യാസ പദ്ധതി. അതായത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുൻപന്തിയിൽ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഈ വിദ്യാജ്യോതി പദ്ധതിയുടെ കോർഡിനേറ്ററായ ഫൈസൽ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനോട് ചോദിക്കാം ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്. സാർ, എന്തൊക്കെയാണ് ഈ വിദ്യാജ്യോതി പ്രവർത്തനങ്ങൾ? വിദ്യാജ്യോതി ഈ അധ്യയന വർഷത്തിലെ ആദ്യ മാസമായ ജൂണിലാണ് ആരംഭിച്ചത്. ആദ്യമായി കുട്ടികളിൽ, പ്രൈമറി വിദ്യാർത്ഥികളിലെ ഗുണനിലവാരം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഒരു പരീക്ഷ നടത്തുകയാണ്. ആ പരീക്ഷയിൽ ഒരുപാട് കുട്ടികൾ വളരെ പിന്നോക്കം നിൽക്കുകയും ഭാഷയിൽ തന്നെ അക്ഷരമറിയാത്ത കുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഏകദേശം 700ഓളം കുട്ടികൾ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട്. ഇവർക്ക് വേണ്ടി ഒരു പദ്ധതി എന്ന നിലയിലാണ് വിദ്യാജ്യോതി പദ്ധതി ആരംഭിച്ചത്. എന്തിൻ്റെ മാനദണ്ഡത്തിനനുസരിച്ചാണ് കുട്ടികളെ തരംതിരിച്ചിട്ടുള്ളത്? ഈ പരീക്ഷയിൽ നമ്മൾ പ്രധാനമായും അളന്നിട്ടുള്ളത് 3 വിഷയങ്ങളാണ്. ഒന്ന് ഭാഷ മലയാളം, പിന്നൊന്ന് കണക്ക്, പിന്നൊന്ന് ഇംഗ്ലീഷ്. ഇതിൽ ഭാഷയിൽ മലയാള അക്ഷരങ്ങൾ അറിയുന്നുവെന്നോ ഇംഗ്ലീഷിൽ അക്ഷരമാല അറിയുന്നു എന്നതോ കണക്കിൽ ചതുഷ്ക്രിയകൾ അറിയുന്നു എന്നത് മാത്രമാണ് നമ്മൾ പരിശോധിച്ചത്. ഇതിൽ നിന്ന് തന്നെ ഈ 3 കാര്യങ്ങളും അറിയാത്ത കുട്ടികളെയാണ് നമ്മൾ സി ഗ്രൂപ്പ് എന്ന നിലയിൽ കണ്ടെത്തുകയും അവർക്ക് തുടർച്ചയായി 30 ദിവസങ്ങളിൽ ഒരു വർഷക്കാലം പരിശീലനം കൊടുക്കുകയും ചെയ്തു. എത്ര ടീച്ചേഴ്സാണ് ഇതിലുള്ളത്? മൊത്തം 12 സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 12 സ്കൂളുകളിലായി 20 അധ്യാപകർ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായി. എല്ലാ സബ്ജക്റ്റുകളും എടുക്കാം. ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്: മലയാളം, ഗണിതം, ഇംഗ്ലീഷ്. എന്തെങ്കിലും മാറ്റം കുട്ടികൾക്ക്